കോഴിക്കോട് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് ടെർമിനൽ ബലപ്പെടുത്തുന്നതിനുള്ള ചെലവ് ഏറ്റെടുക്കില്ലെന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ. കെട്ടിടം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കെട്ടിടം പാട്ടത്തിനെടുത്ത അലിഫ് ബിൽഡേഴ്സ് വേണമെങ്കിൽ കെട്ടിടം ബലപ്പെടുത്താം, അതിന് കഴിയില്ലെങ്കിൽ അലിഫിന് കരാറിൽ നിന്ന് പിന്മാറാമെന്നുമാണ് യോഗത്തിലുണ്ടായ പൊതുവികാരം. കെട്ടിടം നിർമ്മിച്ചവരിൽ നിന്ന് തന്നെ ബലപ്പെടുത്തുന്നതിനുള്ള പണവും ഈടാക്കണം. സർക്കാരിന് ഇതിനായി 30 കോടിയോളം രൂപ മുടക്കാനാകില്ലെന്നും യോഗത്തിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും വ്യക്തമാക്കി. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന് കെട്ടിടം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാമെന്നും യോഗത്തിൽ ധാരണയായി. കെട്ടിടം പാട്ടത്തിനെടുത്ത അലിഫ് ബിൽഡേഴ്സിന് ആവശ്യമെങ്കിൽ കെട്ടിടം ബലപ്പെടുത്താം, കഴിയില്ലെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറാം. ഇക്കാര്യം അലിഫ് പ്രതിനിധികളെ അറിയിക്കാൻ യോഗം ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. എന്നാൽ യോഗ തീരുമാനങ്ങൾക്ക് ക്യാബിനറ്റിന്റെ കൂടി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. കെട്ടിടം നിലവിലെ അവസ്ഥയിലാണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതെന്നും തുടർന്നുള്ള ബാധ്യതകളെല്ലാം അവർ ഏറ്റെടുക്കണമെന്നുമായിരുന്നു KTDFC നിലപാട്. അലിഫിനോട് മൃദു സമീപനം സ്വീകരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് മന്ത്രി ഗണേഷ് കുമാറും യോഗത്തിലെടുത്തതെന്നറിയുന്നു. കരാർ പ്രകാരമുള്ള നിയമവ്യവസ്ഥകൾ കമ്പനി അധികൃതർ പാലിച്ചില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പാട്ടക്കരാർ പ്രകാരമുള്ള മൊറട്ടോറിയം കാലയളവ് കഴിഞ്ഞിട്ടും കമ്പനി KTDFCക്ക് വാടക നൽകി തുടങ്ങിയിട്ടില്ല. ഇത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കെട്ടിടം നിലവിലെ അവസ്ഥയിൽ തന്നെ ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം അലിഫ് ബിൽഡേഴ്സിന് KTDFC കത്തയച്ചിരുന്നു. ഇതിനെതിരെ പരാതിയുമായി അലിഫ് മുഖ്യമന്ത്രിയെ സമീപിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.